മലയാള ഭാഷയ്ക്ക് ദേശീയ തലത്തിൽ ലഭിച്ച ആദ്യത്തെ അംഗീകാരം 1964-ലാണ്. എന്താണ് അതിൻ്റെ പേര് അറിയാമോ? ജ്ഞാനപീഠം പുരസ്കാരം. ജ്ഞാനപീഠം പുരസ്കാരം. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന വായനാ ദിന ക്വിസ്. UPHS, HSS വിഭാഗങ്ങളിലേക്ക് അനുയോജ്യമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഈ ക്വിസിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. വായനാ ദിന ക്വിസ്, സാഹിത്യ ക്വിസ്, ലൈബ്രറി ക്വിസ് അങ്ങനെയുള്ള മറ്റ് GK ക്വിസുകൾക്കും ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വാഗതം. മലയാളത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നേടിക്കൊടുത്തതാര്? കവി G. ശങ്കരക്കുറുപ്പ്. കവി G. ശങ്കരക്കുറുപ്പിന് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയുടെ പേരെന്ത്? ഓടക്കുഴൽ. ഓടക്കുഴൽ കവിതാ സമാഹാരം. എന്നാണ് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത്? 2013-ലാണ്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവന വിലയിരുത്തി കേരള സർക്കാർ നൽകി വരുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം, എഴുത്തച്ഛൻ അവാർഡ്. രണ്ടാമതായി മലയാള ഭാഷയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ SK പൊറ്റക്കാട്ട്. SK പൊറ്റക്കാട്ട്. ശ്രീധരൻ എന്ന കഥാപാത്രം SK പൊറ്റക്കാട്ടിൻ്റെ ഏതു കൃതിയിലാണ്? ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൽ. കോഴിക്കോട്ടെ മിഠായി തെരുവിനെ പശ്ചാത്തലമാക്കി SK പൊറ്റക്കാട്ട് രചിച്ച കൃതിയുടെ പേരെന്താണ്? ഒരു തെരുവിൻ്റെ കഥ. ഒരു തെരുവിൻ്റെ കഥ. കോഴിക്കോട്ട് എവിടെയാണ് SKയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്? മിഠായി തെരുവിൻ്റെ കവാടത്തിൽ. ഇന്ത്യയിൽ ആദ്യത്തെ സാഹിത്യ നഗരം ആയി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഏതു നഗരത്തെയാണ്? കോഴിക്കോട് നഗരത്തെ. കുട്ടനാടിൻ്റെ കഥാകാരൻ, മലയാളത്തിലെ മൂന്നാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് എന്നീ നിലകളിൽ പ്രശസ്തൻ തകഴി ശിവശങ്കരപ്പിള്ള. തകഴി. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എന്ന പദവിയുള്ള കൃതിയേത്? അവകാശികൾ. അവകാശികൾ എന്ന നോവൽ. അവകാശികൾ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? വിലാസിനി. വിലാസിനിയാണ് അവകാശികൾ രചിച്ചത്. വിലാസിനി എന്ന തൂലികാ നാമത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ പേരുകാരൻ MK മേനോൻ. മൂർക്കനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ. ഏറ്റവും ഒടുവിൽ മലയാളത്തിന് ജ്ഞാനപീഠ സമ്മാനം നേടിക്കൊടുത്തതാര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019-ലാണ്. മലയാളത്തിന് 4ാമത്തെ ജ്ഞാനപീഠം നേടിത്തന്ന സിനിമാ സംവിധായകൻ കൂടിയായ സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ. 5ാമതായി മലയാള ഭാഷയ്ക്ക് ജ്ഞാനപീഠ സമ്മാനം നേടിത്തന്നത് കവിയും സിനിമാ ഗാന രചയിതാവുമാണ്. ആരാണതെന്ന് അറിയാമോ? ONV കുറുപ്പ്. ONVയുടെ മുഴുവൻ പേര് എന്താണ്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ONV കുറുപ്പ്. ONVക്ക് മികച്ച ഗാന രചയിതാവിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണ്? വൈശാലി. വൈശാലി എന്ന സിനിമ. വിവിധ പത്രമാധ്യമങ്ങൾ ചേർന്ന് നടത്തിയ ചെറുകഥാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ MTയുടെ കഥ ഏതാണ്? വളർത്തുമൃഗങ്ങൾ. അദ്ദേഹത്തിൻ്റെ 20ാമത്തെ വയസ്സിൽ. കേരളത്തിലെ പഴയകാല തറവാടുകളെ പശ്ചാത്തലമാക്കി MT എഴുതിയ നോവലുകളുടെ പേരെന്തെല്ലാം? നാലുകെട്ട്, അസുരവിത്ത്, കാലം. മഹാഭാരതത്തിലെ ഭീമസേനനെ കേന്ദ്ര കഥാപാത്രമാക്കി MT എഴുതിയ നോവലിൻ്റെ പേര്? രണ്ടാമൂഴം. ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു. വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്നും
ആ ഘോരാന്ധകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു. ഇതാരുടെ വാക്കുകൾ? വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും. അറിവിൽ തിളങ്ങാൻ, വിജയം നേടാൻ ഉണ്ണീസ് വിജയപാത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പാലക്കാട് ജില്ലയിലെ തസ്രാക്ക് ഗ്രാമത്തെ പശ്ചാത്തലമാക്കിയ ഒ വി വിജയന്റെ കൃതി ഏതാണ്? ഖസാക്കിന്റെ ഇതിഹാസം. എം ടിയുടെ സാഹിത്യ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള പാലക്കാടൻ ഗ്രാമം. കൂടല്ലൂർ. കൂടല്ലൂർ. വൃദ്ധസദനം എന്ന നോവൽ രചിച്ചതാര്? ടി വി കൊച്ചുബാവ. ടി വി കൊച്ചുബാവ. തൃശ്ശൂർ ജില്ലയിലെ കണ്ടാനശ്ശേരി ഗ്രാമത്തെ തൻ്റെ കൃതികളുടെ പശ്ചാത്തലമാക്കിയ സാഹിത്യകാരൻ ആര്? കോവിലൻ. കോവിലൻ ആണ്. എഴുത്തച്ഛൻ്റെ ജീവിതത്തെ അവലംബിച്ച് സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏതാണ്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം. വയലാർ രാമവർമ്മ രചിച്ച സഞ്ചാര സാഹിത്യ കൃതിയുടെ പേര്? പുരുഷാന്തരങ്ങളിലൂടെ. പുരുഷാന്തരങ്ങളിലൂടെ. മലയാള ഭാഷയിലെ ആദ്യത്തെ യുദ്ധത്തെ പശ്ചാത്തലമാക്കിയ നോവൽ? ട്രെഞ്ച്. ട്രെഞ്ച്. ട്രെഞ്ച് എന്ന നോവലിൻ്റെ രചയിതാവ്? ട്രെഞ്ച് രചിച്ചത് ഏകലവ്യൻ. കെ എം മാത്യുവിൻ്റെ തുലികാനാമമാണ് ഏകലവ്യൻ. ഒരു സാധാരണ തൊഴിലാളിയെ കഥാപാത്രമാക്കിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? ഓടയിൽ നിന്ന്. ഓടയിൽ നിന്ന് എന്ന നോവൽ. ഓടയിൽ നിന്ന് നോവലിലെ പ്രധാന കഥാപാത്രമായ പപ്പുവിൻ്റെ തൊഴിൽ എന്താണ്? സൈക്കിൾ റിക്ഷ വണ്ടിക്കാരനാണ് പപ്പു. സൈക്കിൾ റിക്ഷ വണ്ടിക്കാരൻ. കാളിദാസനെ നായക കഥാപാത്രമാക്കി ONV രചിച്ച കാവ്യത്തിൻ്റെ പേര്? ഉജ്ജയിനി. ഉജ്ജയിനി. ഇരട്ടക്കുട്ടികളായ എസ്ത, റാഫേൽ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായ നോവൽ? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അരുന്ധതി റോയ് രചിച്ച ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. കുടിയേറ്റ ഗ്രാമമായ ചെമ്പേരിയെ പശ്ചാത്തലമാക്കി കാക്കനാടൻ രചിച്ച നോവലിൻ്റെ പേരെന്ത്? ഒറോത. ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? ഭ്രാന്താലയം. ഭ്രാന്താലയം. വയലാർ അവാർഡ് നേടിയ കൃതി തപോമയിയുടെ അച്ഛൻ രചിച്ചതാര്? ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാർ. രാജ്യസഭ MP ആയ ആദ്യ മലയാള കവിയുടെ പേര്? ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പ്. MTയുടെ ഏതു കൃതിയിലെ കഥാപാത്രമാണ് അപ്പുണ്ണി? നാലുകെട്ട്. നാലുകെട്ട് എന്ന നോവലിലെ. ചമയങ്ങളില്ലാതെ മലയാളത്തിലെ ഒരു പ്രമുഖ സിനിമാ താരത്തിൻ്റെ ആത്മകഥയാണ്. ആരുടെ? യുവർ ബോണസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. മമ്മൂട്ടി, മുരളി, മോഹൻലാൽ, കലാഭവൻ മണി. നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ ഉടൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.